മാസ് ലൈവ് അപ്ഡേറ്റ്. ഈ ആദിലക്കും നൂറയ്ക്കും നമ്മുടെ ഷാനവാസ് നല്ല പണിയായി. പണിയല്ല വിനയായിട്ട് മാറുമെന്ന് വേണം പറയാനായിട്ട്. എന്ന് വെച്ചാൽ ഷാനവാസിന് ഒരു പ്രത്യേകതയുണ്ട്. ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നവര് ഷാനവാസിന് കുറ്റം പറയുന്നത് ഷാനവാസിന് ഇഷ്ടമല്ല. അപ്പൊ ഇപ്പൊ എല്ലാം മേൽഷോമനിസത്തെ കുറിച്ച് ലാലേട്ടന്റെ മുമ്പിൽ സംസാരിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് ഇപ്പം ആതിര എടുക്കുകയും നൂറ എടുക്കുകയും ചെന്ന് സംസാരിക്കുന്നത്. നൂറ പിന്നെ നല്ല മറുപടി കൊടുക്കും. ആതിരയുടെ തുടക്കത്തിൽ സംസാരിക്കുമ്പോൾ ആതിരയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ആ വിഷയം എടുത്ത് സംസാരിച്ചു, ജനങ്ങൾക്കിടയിലേക്ക് എന്തിനു നിങ്ങൾ ഇട്ടുകൊടുക്കുന്നു, അവരെ കൊണ്ട് സംസാരിപ്പിച്ചത് നിങ്ങളാണ്. ഇപ്പം പുള്ളിക്കാരനെ ലാലേട്ടനെ ഇന്ന് നല്ലത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാത്തിന്റെയും ടോട്ടലി കാരണം ആദിലയും നൂറയാണെന്ന് ഇപ്പൊ ഷാനവാസ് പറഞ്ഞു വെക്കുന്നത്. ആ കുറ്റം ഷാനവാസ് ആദിലയുടെ നൂറയുടെ മേലെ ചുമത്താനൊരു ശ്രമം ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ ആദിലക്ക് നൂറയ്ക്ക് ഇത് പണിയായിട്ട് മാറത്തേ ഉള്ളൂ. ഷാനവാസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാനവാസ് ചിലരെ കയ്യിലെടുത്ത് വെക്കും. അവര് ഷാനവാസിനെതിരെ സംസാരിച്ച് ഷാനവാസിന് ഇത് ഇഷ്ടമല്ല. പിന്നെ വേറൊരു കാര്യം ഷാനവാസ് പറയുന്നുണ്ടല്ലോ, താൻ വെളിയിൽ ഗെയിം കണ്ടിട്ടില്ല, ബിഗ് ബോസ് കാണാതാണ്, ഈ സീക്രട്ട് ടാസ്ക് എന്തോന്നെന്ന് തനിക്കറിയത്തില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നത്. ആ ഷാനവാസ് പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ, ഈ ബിഗ് ബോസിനകത്ത് സംസാരിക്കുന്നത് പുറത്തു പോകും, അത് മറ്റുള്ളവർ കേൾക്കും, മറ്റുള്ളവരൊരു ചർച്ചാ വിഷയമാക്കും, അതിന് നിങ്ങൾ എന്നെ വിട്ടുകൊടുത്തത് ശരിയല്ല, നിങ്ങൾ എന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തതാണ്, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഷാനവാസ് പറയുന്നല്ലോ. അപ്പൊ ഷാനവാസിന് നല്ലതുപോലെ അറിയാമല്ലോ ബിഗ് ബോസ് എന്താണെന്നും ബിഗ് ബോസിൽ നിന്ന് പുറത്തു പോകുന്നത് എന്താണെന്നും ബിഗ് ബോസിൽ എന്തൊക്കെ പറയണമെന്നും പറഞ്ഞുകൂടാനും ഷാനവാസിന് നല്ലതുപോലെ അറിയാം. പിന്നെ ഗെയിം, അനീഷിനെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഷാനവാസ് കുറ്റപ്പെടുത്തുന്നത്. ഗെയിം നീ അങ്ങനെ കളിക്കുന്നു, ഗെയിം നീ ഇങ്ങനെ കളിക്കുന്നു, മാനിപ്പുലേഷൻ നടത്തുന്നു, ഇതിലൂടെ നീ എന്തോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതൊക്കെ ഷാനവാസ് അനീഷിനോട് ചോദിക്കുന്ന കാണാമല്ലോ. അപ്പൊ ഷാനവാസ് ഗെയിം കണ്ടിട്ടുണ്ട്, ഷാനവാസിന് ഗെയിം നല്ലതുപോലെ അറിയാം. പിന്നല്ലേ ഷാനവാസ് ഇതൊക്കെ എങ്ങനെ പറയുന്നു. ഇപ്പം ബിഗ് ബോസിനകത്താണ് ഇമാതിരി പരിപാടികൾ നടക്കുന്നതെന്നും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നതെന്നും തെറ്റായ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നും എന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുന്നതെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഷാനവാസിന് അറിയാം ഈ ബിഗ് ബോസ് എന്ന ഗെയിം ആദ്യമായിട്ടല്ലേ ഷാനവാസ് കാണും, മുമ്പ് ഷാനവാസ് കണ്ടിട്ട് തന്നെയാണ് അവിടെ